നിഷാദെ, പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചും മോശമായ പ്രചരണങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങൾ, വ്യക്തിഹത്യകൾ ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ ആ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ്. ആരുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് ഇത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നിഷാദ്. എത്ര കാലങ്ങളായി ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര സ്ത്രീകൾ സൈബർ ഇടങ്ങളിൽ അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയുമ്പോൾ, സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ, അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സൈബർ ഇടത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? CPM-ന്റെ സൈബർ കൊടിസുനിമാരല്ലേ. ഇവിടെ ജയിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു. തള്ളി പറയാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരിക്കലും ശൈലജ ടീച്ചർ നേരെ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കുകയോ അതിനുവേണ്ടി സമീകരിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നതല്ല. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ കൂടി നാം ചർച്ച ചെയ്യണം നിഷാദെ. അതിലൊന്ന്, ഏറ്റവും എനിക്ക് എന്റെ കാര്യം തന്നെ സംസാരിക്കാൻ കഴിയും. 2012 മുതൽ കഴിഞ്ഞ 12 വർഷമായി നിരന്തരമായി വ്യക്തി അധിക്ഷേപങ്ങൾ ഏറ്റവും മോശമായ രൂപത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ആരാണ് ചെയ്തത്? CPM-ന്റെ സൈബർ വിഭാഗങ്ങൾ. തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ജയിക്ക്? ഞാൻ നേരിട്ട് കാണിച്ചു തരാം എന്തൊക്കെ. 2016 ഞാനിവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഞങ്ങൾ RMPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു മുന്നണിയുടെയും കൂടെ കൂടാതെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായ നിലപാടെടുത്ത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അന്ന് LDF ആണ് ഇവിടെ ജയിച്ചത്. ഞങ്ങൾ നേടിയ ആ വോട്ട് ഒരുപക്ഷെ ഇപ്പുറത്ത് UDF-നായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ, ഇന്നത്തെ നിലപാട് അന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവിടെ LDF-ന് MLA ഉണ്ടാവില്ല. ഞങ്ങൾ പക്ഷെ തനിച്ചു മത്സരിച്ച് രാഷ്ട്രീയം പറഞ്ഞു ഈ നാട്ടിൽ 2 മുന്നണിക്കുമെതിരെ സംസാരിച്ചുകൊണ്ട്. അന്ന് എന്താ സംഭവിച്ചത് ഓർമ്മയുണ്ടോ നിഷാദ്? ഇലക്ഷന്റെ തലേ ദിവസം ഇവർ ഒരു വീഡിയോ ഉണ്ടാക്കി. വ്യാജ വീഡിയോ ഏതെങ്കിലും സൈബർ ഇടത്തിലല്ല പ്രചരിച്ചത്. അത് CPM-ന്റെ കൈരളി ചാനൽ. പിറ്റേ ദിവസം ദേശാഭിമാനിയുടെ വാർത്താ പേജിൽ ഒരു സ്ത്രീയെ, ഞാൻ ഒരു പെൺകുട്ടിയെ മോളെ എന്ന് വിളിച്ചതിന്റെ ഇപ്പുറത്ത് മറ്റൊരു വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ആരാണ് ചെയ്തത്? തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ ജയിക്കെ? നിങ്ങൾ തള്ളിപ്പറയുമോ? നിങ്ങളുടെ CPM എന്തേ ശൈലജ ടീച്ചറുടെ ഈ ഒരു പ്രസ്താവന, ഇന്നലത്തെ ഒരു വിഷയം അന്ന് കാണാൻ സാധിച്ചില്ല? എത്രമാത്രം അധിക്ഷേപിച്ചു. ഞങ്ങളൊക്കെ ഈ സൈബർ ഇടത്തിൽ എത്ര സ്ത്രീകൾ ഇതുപോലെ അധിക്ഷേപങ്ങൾ നേരിട്ടിട്ടുണ്ട് സൈബർ ഇടത്തിൽ. തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ മുഖമില്ലാത്ത ആളുകളെ തള്ളിപ്പറയണ്ട. മുഖമുള്ള ആളുകൾ സംസാരിച്ചത് നിയമസഭയിൽ MM മണി എനിക്കെതിരെ സംസാരിച്ചപ്പോൾ തള്ളിപ്പറഞ്ഞോ നിങ്ങളുടെ നേതാക്കന്മാർ? നിങ്ങളുടെ വനിതാ നേതാക്കന്മാർ തള്ളിപ്പറഞ്ഞോ? ഇന്നലെ ടീച്ചറെ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു വാർത്താ സമ്മേളനം നടത്തി. വളരെ വികാരാതീതനായി ടീച്ചർ സംസാരിച്ചു. ആ ടീച്ചർ സംസാരിച്ച ഇതിൽ ഒരു ചോദ്യമുണ്ടായി. ഏതാ ചോദ്യം എന്നറിയുമോ? P ജയരാജൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് കഴിഞ്ഞ ദിവസം വടകരയിലെ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ഒരു പരാമർശം, വെണ്ണപ്പാളി വനിതകൾ. ആരാണ് ഈ വെണ്ണപ്പാളി വനിതകൾ? എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്? സ്ത്രീകളെ എങ്ങനെയാണ് ഇത്ര മോശമായിട്ട് പറയുന്നത്? ടീച്ചർ ഉൾപ്പെടുന്ന വാർത്താ സമ്മേളനത്തിൽ ടീച്ചർ തള്ളിപ്പറഞ്ഞോ? എന്തേ ഒരു ഭാഗത്ത് മാത്രം ഇത് നടക്കുകയും മറുഭാഗത്തുള്ള ആളുകളെ മുഴുവൻ തള്ളിപ്പറയാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന സമീപനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്ത്രീകൾക്ക് എവിടെയും ഇതുപോലെ അധിക്ഷേപങ്ങൾ നേരിടരുത്. മാതൃകയാവണം നിങ്ങളല്ലേ മാതൃകയേണ്ടത്, ഇടതുപക്ഷമല്ലേ ഭരിക്കേണ്ടത്. ഇത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി ശിക്ഷിക്കപ്പെടണ്ടേ നിങ്ങൾ? ജയിക്കെ അറിയുമോ? ഞാൻ കൊടുത്ത പരാതികളുടെ ഒരു കെട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്താ നടപടിയെടുക്കാതെ പോയത്? ഈ വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ട് ഞാൻ പരാതി കൊടുത്തപ്പോൾ കൈരളി TV അതിന്റെ ഫുട്ടേജ് കൊടുക്കാൻ തയ്യാറായോ? ഫുട്ടേജ് കൊടുത്തിട്ടില്ലല്ലോ കൈരളി TV. അത് വളരെ കൃത്യമായിരുന്നല്ലോ അത് നടന്നിരുന്നു എന്നുള്ളത്. അതിൽ എഡിറ്റിംഗ് നടന്നിരുന്നു, ആർക്കും മനസ്സിലാവുന്നതല്ലേ? നിങ്ങളാണ് ഇതിന് നേതൃത്വം. നിങ്ങൾ തയ്യാറാവണം, മാതൃകാപരമാവൂ. നിങ്ങൾ ഒരു സ്ത്രീക്കെതിരെ ഉണ്ടാകരുത്. നിങ്ങളുടെ സ്ത്രീക്കെതിരെ മാത്രം വരുമ്പോഴല്ല വിലാപമുണ്ടായത്. ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനെതിരെ ഇതുപോലെ അധിക്ഷേപം ഉണ്ടായപ്പോൾ ഞാൻ പോസ്റ്റിട്ടുണ്ട്. വൃന്ദ കാരാട്ടിനെതിരെ ഉണ്ടാകുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. ഏത് സ്ത്രീക്കെതിരെ വരുമ്പോഴും വ്യക്തമായ അഭിപ്രായം പറയും, അതിനെതിരെ സംസാരിക്കുകയും ചെയ്യാണ്. ഇപ്പോഴും ശൈലജ ടീച്ചർക്കെതിരെ അങ്ങനെ ഒരു അഭിക്ഷേപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം. പോലീസ് നിങ്ങളുടെ ഭാഗത്താണ്, സൈബർ വിങ് നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് നടപടിയെടുക്കൂ. ഈ നാളെ തന്നെ നടപടിയെടുക്കൂ. ഞങ്ങളത് മാതൃകയെ കാണുന്നു. ഒരുപക്ഷെ ടീച്ചറുടെ പരാതിയിൽ അത്തരത്തിലൊരു നടപടി വന്നാൽ അതൊരു മാതൃകാപരമായിട്ട് നടപടിയാവട്ടെ. ഈ നാട്ടിൽ എന്താ ചെയ്യാത്തത്? 7 വർഷമായല്ലോ നിങ്ങൾ ഭരിക്കുന്നു. എത്ര സ്ത്രീകളെ
സ്ത്രീകളെ ഈ തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ട് ഒരാളെ പോലും നിയമത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞോ? ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും ഒരു സ്ത്രീയും പൊതുപ്രവർത്തനം നടത്തുന്ന സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും അവരെ ഇതുപോലെ വ്യക്തിഹത്യ നടത്തി ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന സമീപനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. ഇതൊരു പ്രത്യേകതരം നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഈ തിരഞ്ഞെടുപ്പിൽ. ഈ അവസാന കാലത്തേക്ക് ചില വൈകാരികമായ തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്പുറത്തേക്ക്, രാഷ്ട്രീയം പറഞ്ഞാൽ ജയിക്കില്ല എന്ന് കണ്ടപ്പോൾ മറ്റൊരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ഇവിടെ. ആ നരേഷനിലേക്ക് പോവരുത്. അത് നടത്തിയവരെ കൃത്യമായും അതാത് പാർട്ടിക്കാർ തള്ളിപ്പറയുകയും നിയമപരമായ ഇപ്പൊ കൃത്യമായ പേര് പറഞ്ഞല്ലോ ജയിക്ക് ഇവിടെ കുറെ ആളുകളെ. പോലീസ് നടപടി എടുക്കാത്തത് എന്താ? കേസെടുക്കൂ, ഇവരെ പേരിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണം, അവരെ കൃത്യമായി കണ്ടുപിടിക്കണം. എന്താ സാധിക്കാതെ? അതോടൊപ്പം ഞാൻ പറഞ്ഞ പി ജയരാജന്റെ ഈ പരാമർശത്തിനെ തള്ളിപ്പറയാൻ ടീച്ചർ തയ്യാറാകണം, ഈ പരാമർശത്തെ തള്ളിപ്പറയാൻ ജയിക്ക് തയ്യാറാകണം. നിങ്ങൾ ആലോചിച്ചു, സ്ഥാനാർത്ഥി ഈ വെണ്ണപ്പാളികളുടെ സ്വാധീനത്തിൽ മറ്റേത് എന്താണ് അതിൽ പറഞ്ഞത്? വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി സ്ഥാനാർത്ഥി. എന്ത് മോശമായ അധിക്ഷേപമാണ് സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയത്. ആര്? പി ജയരാജനാണ്, CPM-ന്റെ നേതാവാണ്. വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി. എന്താണ് അതിന്റെ അർത്ഥം? എന്താ അർത്ഥം? ഈ പറയുന്ന ആളുകൾ പറയണ്ടേ? ബഹുമാനപ്പെട്ട ടീച്ചർ പറയണം ഇതിനകത്ത്. ടീച്ചർ ഇതിനകത്ത് അഭിപ്രായം പറയണം. ഒരു CPM-ന്റെ നേതാവാണ്. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ അതേ പ്രകടനത്തിൽ ഇവിടുത്തെ സാധാരണ സ്ത്രീകളെയാണ് വെണ്ണപ്പാളി സ്ത്രീകൾ എന്ന് വിവരിച്ചിരിക്കുന്നത്. എന്താണ് സ്ത്രീകളെ ഈ തരത്തിൽ ശരീരം കൊണ്ട് കാണുകയാണ്? ഇത് ആണുങ്ങളുടെ ആണധികാരത്തിന്റെ ഒരു ധാർഷ്ട്യമാണ് നമ്മൾ ഭാഗമായിട്ട് കാണുകയാണ്. ക്രീമി ലെയർ എന്നതിന്റെ മലയാളമല്ലേ വെണ്ണപ്പാളി? അതെങ്ങനെയാണ് ക്രീമി ലെയർ എന്ന് പറയാം? എങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. ക്രീമി ലെയർ എന്തിനാ വെണ്ണപ്പാളി? നിഷാദെ, ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മൾ ഓരോ വാക്കുകളുടെ അർത്ഥം കാണുക. നിങ്ങൾ പണ്ട് ജയരാജൻ ശുംഭൻ എന്ന് വിളിച്ചപ്പോൾ പ്രകാശം പരത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞിരുന്നു. പ്രകാശം പരത്തുന്ന ആളായിട്ടാണോ അന്ന് ശുംഭൻ എന്ന് പരാമർശം നടത്തിയത്? ഇതൊക്കെ അവസരത്തിനടുത്ത് ഉപയോഗിക്കുന്ന വാക്കുകളെ അതാത് അവസരങ്ങളിൽ എന്താണ് അത് നിയമസഭയിൽ സ്പീക്കർ പ്രത്യേകം റൂളിംഗ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. സന്ദർഭവും ഇതും നോക്കിയിട്ട് പറയണമെന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ആ റൂളിംഗിൽ അതൊന്നും കൂടി എടുത്ത് വായിക്കണം. ഈ വാക്കുകളെ സന്ദർഭത്തിനനുസരിച്ചും കൂടി കാണണം നിങ്ങൾ. എന്ത് ക്രിമി ലെയർ? പെണ്ണുങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇവിടുത്തെ ഞങ്ങളൊക്കെ വെണ്ണപ്പാളികൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ ശരീരത്തെയാണോ ഇവർ കാണുന്നത്? ശരീരമാണോ CPM-ന്റെ നേതാക്കന്മാർ കാണുന്നത്? എനിക്ക് ആ സ്വീകരണം ഏറ്റവും മയങ്ങി എന്ന് ജയരാജനെ പോലുള്ള ഒരാൾ പറയുക എത്രമാത്രം അധിക്ഷേപമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വേറൊരു നരേഷനിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോവുകയാണ്. അതൊരു വൈകാരികതയിലേക്ക് കൊണ്ടുവരാനുള്ള ചില നീക്കം നടക്കുകയാണ്. പക്ഷെ അത് വടകരയിൽ വിലപ്പോവില്ല എന്നത് മാത്രമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്, ജയിക്ക് നേരത്തെ സൂചിപ്പിച്ച് എത്ര വേഗമാണ് ജയിക്ക് ഇത്തരം വിഷയങ്ങളെ കമ്മ്യൂണലാക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് എന്നിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. എത്ര വേഗമാണ് ഞാൻ മുസ്ലിം സഹോദരിമാർ എന്ന് പറഞ്ഞതിനെ അത് മാറ്റി തീർക്കാൻ. ഈ രാഷ്ട്രീയമാണ് നമ്മുടെ നാടിന് അപകടം. ഈ രാഷ്ട്രീയത്തെയാണ് നാം എതിർക്കേണ്ടത്. എല്ലാ വിഷയങ്ങളെയും കമ്മ്യൂണലാക്കി മാറ്റുക ചെയ്യുന്നതൊക്കെ ഇതെന്ത് രാഷ്ട്രീയം? ഇത് ശരിയാണോ ഈ രാഷ്ട്രീയം? ഒന്ന് സമാധാനപരമായിട്ട് ഒന്ന് ചിന്തിക്കൂ പ്രിയപ്പെട്ട സഖാവേ എന്ന് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഇനി മറ്റൊന്ന്, ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, കുറേ പേരുകൾ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളെ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ CPM എന്ന് ചോദിച്ചു. ഞാൻ സൈബർ ഇടത്തിൽ മുഖമില്ലാത്ത ആളുകളെ പറ്റിയല്ല പറഞ്ഞത്, CPM-ന്റെ നേതാക്കന്മാരെ പറ്റി. പി ജയരാജനെ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനെതിരെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സ്ത്രീകളെ ശരീരവും ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് പറയണ്ടേ? ആരാണ് ചെയ്യേണ്ടത്? നിഷാദ്, മാതൃകയായി നിൽക്കേണ്ടത് ആരാണ്? തങ്ങൾക്കെതിരെ ഒരു അധിക്ഷേപം വരുമ്പോൾ വൈകാരികമായി പ്രതികരിക്കും. അതിനപ്പുറത്ത് ഇവിടെ എത്രയെത്ര സ്ത്രീകൾ നമുക്ക് ഓർമ്മയില്ലേ? മാധ്യമ പ്രവർത്തകർ വെറുതെ വിട്ടിരുന്നോ? ഇവിടുത്തെ സ്ത്രീ മാധ്യമ പ്രവർത്തകരെ, സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ എത്ര നീചമായിട്ടാണ് ഇവർ നിങ്ങളുടെ മീഡിയയിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നല്ലോ തുടങ്ങിയത്. അവർ ആ മീഡിയ വണ്ണിൽ പ്രശ്നങ്ങളായിരുന്ന സമയത്ത് അവൾക്കെതിരെ നടന്ന അധിക്ഷേപങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? നിഷാ പുരുഷോത്തമൻ, ഷാനി, ഇങ്ങനെ എത്രയെത്ര മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇവിടെ ഇതുപോലെയുള്ള സൈബർ ബുള്ളിങ്ങുകൾ നടന്നു. എന്തേ ഒരു നടപടിയും എടുക്കാതെ പോയത്? ഇവിടുത്തെ അനുപമ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി വിലപിച്ച ഒരു അമ്മയുണ്ടായിരുന്നു, സമരം ചെയ്ത അമ്മയെ. ആ അനുപമയെ എത്ര മോശമായിട്ടാണ് ഇവിടെ സൈബർ അടുത്ത് നിങ്ങളുടെ CPM-കാർ ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് നടപടിയെടുത്തു പ്രിയപ്പെട്ട ജയിക്ക്? നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ മാതൃകയോ? അതാണ് എനിക്ക് കോൺഗ്രസുകാരും ലീഗുകാരും ഈ കേസിൽ ചില നടപടികൾ എടുത്തതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണോ സത്യത്തിൽ നമ്മുടെ സൈബർ സ്പേസ് നേരിടുന്ന ഈ പ്രതിസന്ധി?